എടാ നീയൊക്കെ ഹോംവർക്ക് ചെയ്യുന്ന ടൈമിലാ നീയൊക്കെ കളിക്കണം. സോ അയ്യോ വെൽക്കം ബാക്ക് ടു NSN. ഈ ഇൻട്രോ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. ടോക്സിക് മനസ്സിലേക്കുള്ള നീ പറ, ഇന്നത്തെ ടോപ്പിക് പറ. അതായത് നമ്മള് കൊണ്ട് പറ്റില്ല. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ടോക്സിക് സ്കൂൾ ലൈഫ് ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ടോക്സിക് വർക്ക് ലൈഫ്. അതുകൊണ്ടോ? അതെ. ഓ ആശ്ചര്യം. അപ്പൊ ഇന്നത്തെ ഇത് സ്കൂളിനെ പറ്റി സ്കൂളിനെ പോലെ ബിഹേവ് ചെയ്യല്ലേ. വി ആർ ഗ്രോൺ അപ്പ്. പിന്നെ സ്കൂളിനെ പറ്റി നമുക്ക് പിള്ള മനസ്സാണ്, പിള്ള മനസ്സാന്ന് പറഞ്ഞാൽ മതി. കള്ളത്തരത്തിന് ഞാൻ പറയട്ടെ, ഇത് കാശ് എന്ന ആൾക്കാർക്ക് ഇത് ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പോൺസേർഡ് ആണ്. ഇൻട്രോ നമ്മള് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇത് റേബൻ മെറ്റ. ഞങ്ങളിത് ഇന്നത്തെ സ്പോൺസറാണ്. ലെൻസ് മാജിക് MG റോഡാണ് അവരുടെ ഷോറൂം ഉള്ളത്. അപ്പൊ ലെൻസ് മാജിക്കിൽ ഒരുപാട് സൺഗ്ലാസസിന്റെ കളക്ഷൻസ്, ഒരുപാട് ബ്രാൻഡുകളുടെ ഉണ്ട്. ഗുച്ചി, അങ്ങനെ ഒരുപാട് പ്രീമിയം ബ്രാൻഡ്സിന്റെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. MG റോഡും മെട്രോ പില്ലർ നമ്പർ 662 അടുത്താണ് അവരുടെ ഷോപ്പ് വരുന്നത്. വേറെ ഷോറൂം സോറി, ഇടക്കൊന്ന് വെള്ളിയാണ്. ലുലുവിലും ഉണ്ട് അവർക്ക്. ഇന്നലെയാണ് വീണെങ്കിൽ കുഴപ്പമില്ല. എന്താ ഇന്നലെ വെള്ളിയാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഞാനത് ഊരട്ടെ. ഈ ഫ്രണ്ട് ബെഞ്ചിലുള്ളവരൊക്കെ മണ്ടന്മാരെന്ന് പറയുന്നത്. ഇപ്പൊ എന്താ പറയാ, എന്റെ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ, എന്റെ സ്കൂൾ ലൈഫ് എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാം, ഭയങ്കര ടോക്സിക് ആയിരുന്നു. ഫെയിലിയർ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞത് സ്കൂൾ ലൈഫ് ഭയങ്കര ടോക്സിക് ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചാല്, ഈ ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. ആവറേജ് സ്റ്റുഡന്റ് ആവുമ്പോ ഈ ഒരു ആക്ടിവിറ്റീസിലും ടീച്ചേഴ്സ് നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കൂല. ചെയ്തിട്ട് കാര്യമില്ലാത്തോണ്ടായിരിക്കും. എടാ അങ്ങനെയല്ലടാ, ഇപ്പൊ നമ്മളൊരു സ്കൂളിലൊരു ഡാൻസ് പരിപാടി നടക്കണേ, ഡാൻസ് പാട്ട് പാടാൻ അറിയോ? അങ്ങനെയല്ല. അറിയോ? അപ്പൊ അവര് കുറ്റം പറയണ്ട. പ്രസംഗം പറയാൻ അറിയോ? ചെറിയ പ്രായത്തിൽ ചിലപ്പോ അങ്ങനെ പരീക്ഷ പിന്നെ റെഡി ആവുമായിരിക്കും. പക്ഷെ ഇത് മുളയിലെ നുള്ളി സ്പോർട്സ് ഇല്ല. ഇതൊന്നും ചെയ്യാതെ ടീച്ചർമാര് മുളയിലെ നുള്ളി എന്ന് പറയാൻ എങ്ങനെ ശരിയാവും? എടാ അങ്ങനെയല്ലടാ. ഇപ്പൊ അസംബ്ലി നടക്കാന്ന് വിചാരിക്കും. അസംബ്ലി നടക്കുമ്പോ ലേറ്റ് ആയിട്ട് നിങ്ങൾ മറ്റേ സ്കൂളിന് അടുത്താണല്ലോ നിങ്ങളുടെ വീട്. അതെ. ഞാൻ കേറട്ടെ, ഇപ്പൊ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ഞാൻ ടോപ്പിക്കിലേക്ക് വരട്ടെ. ഞാൻ ടോപ്പിക് എടുത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. എന്റെ ടീച്ചർമാരെയൊക്കെ എനിക്ക് അടിച്ച് ഒതുക്കണം സ്കൂളില്ല. അപ്പൊ നിങ്ങൾ എന്നെ ഒതുക്കരുത്. ഒരു റെസ്പെക്ട്. സോറി സാറേ. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു അസംബ്ലി നടക്കൂല്ലേ, ഇപ്പൊ അസംബ്ലിയിൽ പ്ലഡ്ജ് അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റേജ്, എനിക്ക് ഭയങ്കര ഇഷ്ടം സ്റ്റേജിൽ കയറാൻ. അത് നമുക്കറിയാം. സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചേഴ്സ് എന്നെ കേട്ടില്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു പറയട്ടെ എനിക്കൊരു അവസരം എന്താ സ്കൂളിലോ കിട്ടിയില്ല. നിങ്ങൾ സ്കൂളിനെ പോലെ ആവല്ലേ. അല്ല, എന്തുകൊണ്ട് ടീച്ചർമാർ അവസരം തരുന്നില്ല? എപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ അസംബ്ലി ആയിക്കോട്ടെ, കൾച്ചറൽസ് ആയിക്കോട്ടെ, കൾച്ചറൽസ് എന്ന് പറയുമ്പോൾ ഡാൻസും പാട്ടും നല്ലട്ടോ. ഇപ്പൊ എന്തെങ്കിലും ഒരു സ്കിറ്റിന്റെ പരിപാടി എപ്പോഴും കൈവക്കാൻ ഞാനുണ്ടാവും. പക്ഷെ ടീച്ചർ പറയും, ആദ്യം പഠിക്കി, എന്നിട്ട് നമുക്ക് കളിക്കാം. ആദ്യം പഠിത്തം, കണ്ടുപിടുത്തം. അങ്ങനെയായിരുന്നു. അപ്പൊ അന്ന് തുടങ്ങിയ എനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരുന്നു. ചെറുപ്പിന് കോളേജിലെത്തിയപ്പോ അതൊക്കെ മാറിയത്. അല്ല, അതാ ഞാൻ നേരത്തെ പറയാണ്ടിരുന്നത്. വിമലിന്റെ കല്യാണത്തിന് മൈക്ക് കൊടുത്തു മാത്രമേ അതൊക്കെ ഇപ്പോഴാണ്. സ്കൂളില് ടോപ്പിക് വരുന്ന അടിയാണ്. കല്യാണം കഴിഞ്ഞു. കൊണ്ട് ഈ ഞാൻ എന്താ പറയാ, സ്കൂളില് മൈക്ക് കിട്ടിയില്ല, കോളേജ് കിട്ടിയപ്പോ മൈക്ക് ഒഴിഞ്ഞു. ഞാൻ പറഞ്ഞത്, ഈ സ്കൂളില് എപ്പോഴും അക്കാഡമിക്സിനാണ് വാല്യൂ. എനിക്ക് ഇപ്പൊ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല. പണ്ടത്തെ സ്കൂളുകളിലെല്ലാം അക്കാഡമിക്സിനാണ് വാല്യൂ.
ഇപ്പൊ എന്തേലും ഒരു പരിപാടിക്ക് നമുക്ക് പോണോന്ന് പറഞ്ഞാൽ നിന്നെ വിട്ടിരുന്ന നിനക്ക് പിന്നെ പോണോന്നുണ്ടായിട്ടുണ്ടാവില്ല. എനിക്കുണ്ടായിട്ടില്ല. നിനക്ക് ഞാൻ എന്തായാലും ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത് +1 +2 സമയത്താണ്. എന്തിന് ഡാൻസിന്. ഡാൻസാ പൊളി. സലീല് സ്കൂളിൽ പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു? ഞാൻ അന്നും ഇൻട്രോവേർട്ടാണ് ഇന്നും ഇൻട്രോവേർട്ടാണ്. പറ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് സ്റ്റുഡന്റ്. പിന്നെ ബ്രദർ അവിടെയൊക്കെയാണ് പഠിച്ചത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കമ്പാരിസൺ വരുമല്ലോ. അനിയനല്ലേ പഠിച്ചു? ചേട്ടൻ. അപ്പൊ ഹൗ മെനി ബ്രദേഴ്സ്? ഇവര് 3 ആണ്. അല്ല ഈ പാന്റ് ഒക്കെ പുള്ളിയുടെ ഇല്ല, സോറി, ഓഫ് ടോപ്പിക് പോയി പറയൂ. അപ്പൊ എന്റെ ബ്രദറും അവിടെ തന്നെ പഠിച്ച. ഈ ബ്രദറും പഠിച്ച സ്കൂളിലേക്ക് ചെല്ലുമ്പോ ഭയങ്കര സീനല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഉടനെ നിന്റെ ചേട്ടൻ ഇങ്ങനെ ഒന്നും അറിഞ്ഞില്ല, നീ എന്താ ഇങ്ങനെ പോയി. അതാണ് ടീച്ചേഴ്സ് ആദ്യം ചെയ്യണം, കമ്പയർ ചെയ്യും. ശരിക്കും അങ്ങനെ ആരും ഉണ്ടായി. പക്ഷെ എന്റെ അനിയനെ ഗുണം കിട്ടിയതാ. അവന്റെ അനിയനാണ്. അതുകൊണ്ട് അവൻ ആ ഒരു പുച്ഛം കിട്ടിയത് അവൻ വലിയ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് അവന് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ബ്രീത്തിങ് കണ്ടിന്യൂ. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മള് ആദ്യത്തെ ഒരു ഇംപ്രഷനിൽ ആണ് പിന്നെ എല്ലാം നോക്കി കാണുന്നത്. അപ്പൊ ആദ്യത്തെ ഇംപ്രഷനിലൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അതായത് എക്സാം ടീച്ചറിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നമ്മൾ ഉഴപ്പാണ്, പഠിക്കുന്നൊന്നുമില്ല എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു. ഞാൻ വരട്ടെ, ഞാൻ ചോദിച്ചത് ഇപ്പൊ ഈ പഠിക്കാൻ മാത്രമല്ലേ അവര് പറയുള്ളൂ, അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് മെസ്സി റൊണാൾഡോ ഉണ്ടാവുന്നില്ല? എന്റെ പ്രശ്നം അവിടെയെങ്കിലും മറ്റേ മാത്സ് പീരീഡ് PT പീരീഡിൽ മാത്സ് ടീച്ചർ ഇതാണ് ഞാൻ ചർച്ച ചെയ്യാൻ വന്ന വിഷയം. അത് മാത്രം പോരല്ലോ. എന്താ അങ്ങനെ അത് മാത്രം പോരല്ലോ എന്ന് പറഞ്ഞാ എടാ ഭയങ്കര ടോക്സിക് ആണ് നമ്മുടെ. ഞാൻ ഇടക്കിടക്ക് പറയുമ്പോ എനിക്ക് ഉള്ളി കിടക്കണോണ്ടാണ്. അത് ഞാൻ പറഞ്ഞില്ല, എന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഒന്നും സ്കൂളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്കൂളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഒരു കിഡ് അല്ലെങ്കിൽ ഒരാള് വളർന്നു വരുന്നതിന്റെ ബേസ് ഫൗണ്ടേഷൻ. നമ്മള് വീട്ടിലുള്ളതിനേക്കാളും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലമാണ് സ്കൂള്. അപ്പൊ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും അപ്ലിഫ്റ്റ് ചെയ്യാത്ത സ്കൂളായിരുന്നു എന്റെ. അത് 10 വരെ ഒരു സ്കൂളായിരുന്നു. +2 +1 പിന്നെ ഭയാനകൂല്ല. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. നിന്റെ സ്കൂൾ എങ്ങനെയായിരുന്നു? എന്റെ 10ലാണ്. 10 എന്താ സംഭവം എന്ന് പറഞ്ഞാല് ആദ്യത്തെ ഒരു മോഡലിന് മുമ്പ്, അതായത് ഇടക്കിടക്ക് ടൈം പരീക്ഷ ഉണ്ടാവുമല്ലോ 10 ആയതുകൊണ്ട്. അപ്പൊ എന്നൊക്കെ ഇപ്പൊ ഉഴപ്പന്മാരെ പഠിപ്പിസ്റ്റുകളെ ഒരുമിച്ചെടുത്തു. അപ്പൊ അങ്ങനെ എടുത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എക്സാം ഉണ്ടായിരുന്നു, ഹിന്ദിയാണ് സബ്ജക്ട്. അപ്പൊ 10 മാർക്കിനാണ് എക്സാം വരുന്നത്. അപ്പൊ ഹിന്ദി സ്കൂളിൽ പഠിച്ചല്ലേ? ഹിന്ദി അറിയോ? ഇല്ല. ഇത് തന്നെയാ സ്കൂളിന്റെ പ്രശ്നം. ഇത് തന്നെയാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹിന്ദി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് മാർക്ക്, അപ്പൊ എന്റെ പേര് വിളിച്ചില്ല. എന്റെ പേര് വിളിച്ചിട്ട് അവസാനം ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇത് കോപ്പി അടിച്ച് എഴുതിയതാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. എന്നോട് ചോദിച്ചു അതേ ചോദ്യം. അപ്പൊ ഞാൻ വിചാരിച്ച് കോപ്പി അടിച്ച് എഴുതാൻ 10 കിട്ടിയോ അങ്ങനെയാണല്ലോ. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ഒരു പഠിപ്പിസ്റ്റാണ്. അപ്പൊ അവരും പറഞ്ഞില്ല അവൻ കോപ്പി അടിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ ടീച്ചറിന് ഇത് വിശ്വാസമില്ല. 10ൽ 6 എനിക്ക് കിട്ടിയ മാർക്ക്. അതിനെന്തിനാണ് ഇവരിങ്ങനെ ഇതാവണെന്നല്ല. അവരുടെ നോക്കുമ്പോഴൊന്നും ഞാൻ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് എന്നെ പിടിച്ച് പൊക്കിയിട്ട് നീ കോപ്പി അടിച്ചാണ്, നീ കള്ളനാണെന്നൊക്കെ പറഞ്ഞു. അത് നമ്മള് പരസ്പരം പറയുന്നല്ലോ, ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ അടുത്ത് കള്ളനാണെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന. ഞാൻ അതിന് ശേഷം ആ ഹിന്ദി ആ ക്ലാസ്സിൽ മര്യാദക്ക് ഇരുന്നിട്ടില്ല. മറ്റേ വാഴയും പറഞ്ഞ പോലെ മറ്റേ നന്നാവാൻ തീരുമാനിച്ചാലും സമ്മതിക്കത്തില്ല. കാരണം ഒരു 8ലോ 9ലോ ആണ് പഠിക്കണം, 40ലാണ് മാർക്ക്. പഠിക്കണം, എല്ലാത്തിനും 30ന് മേലെ സ്കോർ ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ഞാൻ പഠിച്ച് 6 സബ്ജക്ട് എന്താണല്ലോ സ്കൂളിൽ പഠിക്കുമ്പോ. അത്യാവശ്യം ഒരു 3-4 ഞാൻ 30ന് മേലെ കയറി. അപ്പൊ 30ന് മേലെ കയറുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറി ഇരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാം. ഫ്രണ്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ഫ്രണ്ട് ബെഞ്ചിരുന്ന് എന്നോട് അത് ബാക്കി പിള്ളേർക്ക് അത് ഭീഷണിയാവുന്നു. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ആദ്യത്തെ ടൈം കഴിഞ്ഞിട്ട് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസ്സിൽ സ്പ്ലിറ്റ് വരും. പഠിപ്പിസ്റ്റുകൾക്ക് ഒരു ക്ലാസ്, പൊട്ടന്മാർക്ക് വേറൊരു ക്ലാസ്, ഡിവിഷൻ മാറ്റും. ഞാനൊക്കെ C ആയിരുന്നു. ഒന്ന് പഠിച്ച ഈ വരെ ഉണ്ടായിരുന്നു.
ഞങ്ങളുടെ സി വരെ ഉള്ളു. ഡിവിഷനൊക്കെ ഭയങ്കര കാരണം മെന്റാലിറ്റി തന്നെ മാറും. ഞാൻ കൊള്ളൂല എന്നുള്ളത് ചെറുപ്പത്തിലെ തന്നെ നമുക്ക് അവരടിച്ചേൽപ്പിക്കുകയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇത്രയും ഇങ്ങനെ കിട്ടുമ്പോ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് പോകും. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ ഇന്നും വിചാരിക്കുന്നത് ഞാൻ പണ്ടേ സ്റ്റേജിൽ കയറിയിരുന്നെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും എത്തിയാണ്. പക്ഷെ എന്നെ തളർത്തിയതാ. ഇതുപോലെ ഇങ്ങനെ കുറെ ഉണ്ടെന്ന് വെച്ചാ ക്ലാസ്സിൽ ഇപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചെന്ന് വെച്ചോ, എല്ലാ ക്ലാസ്സിലാണ് ശ്രദ്ധിക്കുന്നത്. ശ്രദ്ധിച്ച് നമ്മളൊരു ഡൗട്ട് ചോദിച്ചെന്ന് വെച്ചോ, എന്റെ ഒരു കെമിസ്ട്രി എടുത്ത ടീച്ചറുണ്ട്, ഞാൻ പറയുന്നില്ല പേര്, അതെനിക്കുണ്ട്. ഞാൻ പറയട്ടെ. പറഞ്ഞു ഞാൻ അവരോട് ഓർഗാനിക്കും ഇനോർഗാനിക്കും അങ്ങനെ എന്തല്ലേ ഇത് രണ്ടെണ്ണം ഉള്ളത്. ഞങ്ങൾ കോമേഴ്സ്. അതിന്റെ അത് ഞാനിതിങ്ങനെ ഇവരോട് ചോദിച്ചവരോട് കാര്യമുള്ള ഡൗട്ടാ ചോദിച്ചേ. അവരെന്നോട് പറയണേ, നിനക്കിപ്പോ അതെറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. എടാ +2 പഠിച്ചപ്പോ എന്റെ സ്കൂളിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടാ മറ്റേ സാധനം തണ്ണീർമത്തലിൽ പറയില്ലേ, നമുക്ക് 100% വിജയ സാധ്യതയാണ്, പക്ഷെ 5-6 പേര് തോക്കും, അതിൽ ഒരെണ്ണം ഇവനായിരിക്കും. ആ വാശിക്കാണ് ഞാൻ പഠിച്ച് +2 സൈക്കോളജിക്കൽ മൂവാർന്നു. അതിപ്പോ മാത്സിൽ ഞാൻ ഡൗട്ട് വെച്ചപ്പോ ടീച്ചറുണ്ട്, അതെന്തായാലും നിനക്ക് മനസ്സിലാവില്ല, നീ വേറെ ഇത് പഠിച്ചാൽ മതി. ഇപ്പൊ മാത്സും പ്രോബിലിറ്റി അങ്ങനെ കുറെ ഡിവിഷൻ. അതുകൊണ്ടാണ് സിയെ തൂക്കി. പിന്നെ നിങ്ങൾ ചോദിക്കട്ടെ, ഈ ഫേവറേറ്റ് ടീച്ചേഴ്സ് ആരെങ്കിലും ഇപ്പൊ ടോക്സിക് എൻവയറമെന്റ്സ് ആണെന്നൊക്കെ പറഞ്ഞു? എനിക്ക് അങ്ങനെയില്ല, സ്കൂളിലേ ഇല്ല, കോളേജിലുണ്ട്. കോളേജിലേ സ്കൂളില് ഇല്ല. കാരണം കോളേജിൽ എത്തിയപ്പോഴാണ് പിന്നെ നമ്മളെ ഡ്രൈവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ നമ്മള് കൈ പൊക്കുമല്ലോ. നമ്മള് ഇതാര് ചെയ്യും എന്ന് വെച്ചാൽ കൈ പൊക്കി കഴിയുമ്പോ ഒരിക്കലും അത് വേണ്ട. കോളേജിൽ സപ്ലൈ ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലാന്ന് പറയാനുള്ള അതൊക്കെ ക്ലിയർ ചെയ്തിട്ടോ. എന്താ ചെയ്യാ, ഞാൻ 10th year പഠിച്ചു. അപ്പൊ ഈ കൈവെക്കും, അപ്പോഴും കൈവെക്കും. ആർക്കും എന്താ പ്രശ്നം, സ്റ്റേജിൽ കയറണം കോമ്പയറിങ് കൈവെക്കും, അപ്പോഴും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഏറെക്കുറെ. പക്ഷെ കോളേജിൽ കയറ്റിയിട്ടുണ്ട്. കോളേജിൽ അങ്ങനെ ഒരുപാട് വട്ടം നമ്മള് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഫ്രണ്ടിലേക്ക് വലിച്ചിട്ട ടീച്ചേഴ്സ് ഉണ്ട്, അവരൊക്കെ ഓക്കെയാണ്. പക്ഷെ സ്കൂളില് 100% എനിക്ക് ഉറപ്പിച്ച് പറയാം, സ്കൂൾ ലൈഫ് വാസ് ഭയങ്കര പൊളി. 12 വർഷം 14 ഇല്ല, LKG UKG ഞാൻ റൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ്. അത് കഴിഞ്ഞിട്ടല്ല, ഞാൻ വളരെ വെറുത്ത് തുടങ്ങിയത് 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ തുടങ്ങിയത്. എന്റെ അവസ്ഥ തന്നെ. അപ്പോഴാണ് ബോധമാണെന്ന്. കാരണം എന്ത് ചോദിച്ചാലും പുച്ഛം, ഫ്രണ്ട് ഇരിക്കട്ടെ വേണ്ട, ഞാൻ അസംബ്ലിയിൽ പറയട്ടെ വേണ്ട, ഞാൻ ആ ഇവന്റിൽ നോക്കട്ടെ വേണ്ട, എന്ത് പറഞ്ഞാലും വേണ്ട. എന്നാ പഠിക്കാനുള്ള കഴിവില്ല, പഠിപ്പ് പോരാ. കഴിവില്ലാത്തതുകൊണ്ടായിരിക്കാം. കഴിവില്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമുക്ക് ടീച്ചർമാരെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിന് വെറുക്കും, അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നീ ഇപ്പൊ പറഞ്ഞല്ലോ അങ്ങനെയല്ല, എനിക്ക് മാറ്റമുണ്ട്. എന്നോട് ഒരാൾ ജയിക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കും. ബിറ്റ് വെച്ചിട്ട് അല്ല, എങ്ങനെയാലും ജയിക്കും. അത് +1 ഈ 10ാം ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ എങ്ങനെയോ പാസ്സായത്. അന്ന് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ 10 കഴിഞ്ഞ് ഇറങ്ങുമ്പോള് മറ്റേ ആട് ക്ലാസ്സിൽ കയറിയാലും പാസ്സാവും. അബ്ദുറബിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അപ്പൊ അന്നും ഇതുപോലെ. പക്ഷെ +1 ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള വിഷയം ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെടുമ്പോ സ്വാഭാവികമായിട്ട് കൊമേഴ്സ് എടുക്കുന്നതിന്റെ കൂടെ എന്താന്ന് പറഞ്ഞാല് +1 ആദ്യം കൊമേഴ്സ് വരുന്നത്. അപ്പൊ അവർക്കെല്ലാം ഈ LKG പിള്ളേർ പോലെ സ്റ്റാർട്ട് ഫ്രം ദ ബേസ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞാൽ ഓൾറെഡി ഒരു മൂളുണ്ട്. അപ്പൊ അത് അങ്ങനെ കോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് ഒന്നേന്ന് പഠിപ്പിക്കുന്നുണ്ടുള്ള ഒരു ഗുണം. അല്ലാണ്ട് മുൻകാഴ്ചകളും മുൻവിധികളും ഇല്ല. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്താണ് ഞാൻ +1 +2 ചെയ്തത്. അതിന്റെ ഒരു ഗുണമുണ്ട്. അവിടെ എനിക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. 10ൽ പറഞ്ഞ പോലെ ഇങ്ങനെ പഴയ ടീച്ചർമാരുടെ അടുത്ത് ചോദിക്കും ഇവരെങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ട്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോഴത്തെ ചിലപ്പോ നല്ല ഇത് എനിക്കറിയില്ല. എനിക്കറിയില്ല ഇപ്പോഴത്തെ പിള്ളേരായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളെ പിള്ളേർ ഞങ്ങളൊക്കെ എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ? ഞങ്ങളോ 2 വയസ്സാ ബാക്കിയുടെ പോയി. അല്ല ഇപ്പോഴത്തെ ഞാൻ പറയുവാണെങ്കിൽ മറ്റേ പിള്ളേർക്ക് മറ്റേ സ്പോർട്സിനായാലും ഇതിന് എന്ത് സാധനത്തിനാണെങ്കിലും അവർക്ക് ക്രിയേറ്റീവ് ആവാൻ വേണ്ടിയുള്ളൊരു സ്പേസ് സ്കൂളിലില്ല, ഇപ്പോഴും ഇല്ല. ഇപ്പോഴും പഠിത്തം. ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. ബാക്കിയുള്ളവർക്കൊക്കെ ബാക്കി എന്തോരം കരിയർ ഉണ്ടെന്നുള്ള കാര്യം ആകെ വളരെ കുറച്ച് പേർക്ക് ഇപ്പോഴും അറിയത്തുള്ളൂ. വളരെ കുറച്ച് പേരൻസ് മാത്രമേ അതിന്റെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുള്ളൂ.
ബാക്കി മറ്റേ 90% അല്ലെങ്കിൽ 95% ആൾക്കാര് ഇപ്പോഴും മറ്റേ പിള്ളേരെ എങ്ങനെ തല്ലി പഠിപ്പിച്ചാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാ ഇപ്പൊ പണ്ട് മറ്റേ സമ്മർ വെക്കേഷൻ ഉണ്ടാവല്ലോ, സമ്മർ വെക്കേഷന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഞാനിപ്പോ വീട്ടിൽ പറഞ്ഞു എനിക്ക് ബാസ്കറ്റ് ബോള് പോയാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ ജഗതിയായിട്ടുണ്ടാവും എന്തിനീ ബാസ്കറ്റ് ബോൾ ഇരിക്കാനോ. ടീച്ചറാണോ അല്ല എന്റെ അമ്മ ഇല്ലെങ്കിൽ പാരന്റ്സ് പാരന്റിങ് അല്ല ടോക്സിക് പാരന്റിങ് അല്ല. അവര് ഈ സൊസൈറ്റിയിൽ നിന്ന് കേട്ട് വരുന്നത് കൊണ്ട് അവരങ്ങനെ ആയി പോകുന്ന സൊസൈറ്റി സൊസൈറ്റി അറിയില്ല. അതല്ല അല്ല ഞാൻ പറഞ്ഞതാ. ഇപ്പൊ ആ സമയത്ത് എന്റെ ആഗ്രഹം സ്പോർട്സിന് പോകാൻ വേണ്ടിട്ടായിരുന്നു, ബാസ്കറ്റ്ബോളോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോകാൻ വേണ്ടിട്ടായിരുന്നു. എന്നെ പിടിച്ച് നേരെ കൊണ്ട് അബാക്കസിൽ കൊണ്ട് ചേർന്നു. അബാക്കസ് ഇല്ല എന്താ കാരണം സ്കൂളില് ഇപ്പൊ വീട്ടുകാരെ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു, എന്നെ പിന്നെ വീട്ടുകാരെ അങ്ങനെ ഒന്നും പറയില്ലായിരുന്നു. പക്ഷെ സ്കൂളിൽ നിന്ന് എനിക്കൊരു നല്ല വാക്ക് കിട്ടും. ആരും ഡ്രൈവ് ചെയ്തിട്ടില്ല, മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഗൈഡ് ചെയ്തിട്ടില്ല. +2 കഴിഞ്ഞ് 18 ഡ്രൈവ് ഇവനും ഓഫ് ടോപ്പിക് ഇത് കട്ട് ചെയ്തോളേണ്ടി വരും. ഇത് കട്ടാണ്, എഡിറ്റർ ഇപ്പോഴേ പറഞ്ഞു കട്ട്. അതെ അങ്ങനെയല്ല അവരുടെ ഈ സ്കൂളില് ഇതാണ് ബേസിക്കലി നമ്മള് പഠിക്കാൻ ഇല്ലാത്ത ഒരാൾക്ക് ഞങ്ങക്ക് കുറെ സാധനം ഉണ്ടായി. ഈ ക്രിയേറ്റീവ് SUPW എന്ന് വെച്ചാൽ സം യൂസ്ഫുൾ പ്രൊഡക്റ്റ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കണ്ട, സ്റ്റേറ്റിൽ ഇല്ലത്. എന്നിട്ട് അത് ഈ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ഈ ക്ലേയും ഇതൊക്കെ വെച്ചിട്ട് ഇത് തന്നെ വേറൊരു പേര് ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു, പേര് ഞാൻ പറഞ്ഞു. എനിക്കത് ഓർമ്മയുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ക്ലേ ഒക്കെ വെച്ച് ഉണ്ടാക്കുമ്പോ ആ ടീച്ചർ തന്നെ വെറുതെ ഇരിക്കും. അപ്പൊ ഈ ടീച്ചർ തന്നെ വെറുതെ ഇരിക്കും. അപ്പൊ ആ ടീച്ചറിന്റെ പണി തന്നെ ഇത് ഉണ്ടാക്കില്ലാണ്. ഞാനല്ലേ ഇവരൊക്കെ ഇപ്പൊ എന്തായിരിക്കും സ്കൂളിൽ പഠിച്ച് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമല്ലേ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പിള്ളേരെ പറ്റിക്കുക. അങ്ങനെയല്ല. അപ്പൊ ഇതുണ്ടാക്കി കഴിയുമ്പോ അവരൊക്കെ അവിടെ നിന്നൊക്കെ ഒരു അപ്രിസിയേഷൻ ഉള്ളൂ. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടം, അത്യാവശ്യം തരക്കിടിൽ തന്നെ കളിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും വിടൂല. എന്ന് വെച്ചാൽ PT സാറിനെയൊക്കെ കൺവിൻസ് ചെയ്ത് കോച്ചിങ് എടുത്തിട്ട് നമ്മൾ കളിക്കാൻ പോണ ഇത് ക്ലാസ് ടൈമില് ഇപ്പൊ ക്ലസ്റ്റർ ഇതൊക്കെ വരുമ്പോ പോണ്ടാ, ബാക്കിയുള്ളവര് വിടൂടാന്ന് വെച്ച് എന്നെ അപ്പോഴും എന്താണെന്നറിയാം, ഇവനൊക്കെ പോയിട്ട് തന്നെ ബോള് മാറിപ്പോന്നൊക്കെ പറയും. ഇതിപ്പോ എനിക്ക് ഇതിന്ന് മനസ്സിലായിട്ടുള്ളത് ബാക്കി 3 പേർക്ക് ഇത്രയും പ്രശ്നങ്ങളില്ല, ഇവന് മാത്രമേ. ഏറ്റവും ഭയങ്കര വലിയ പ്രശ്നം ശരിക്കും അതല്ല പ്രശ്നം, ഇവരാണ് ശരിക്കും ശരിക്കും പ്രശ്നം. എനിക്കിപ്പോ നിങ്ങളെയൊക്കെ കാണാൻ ഏത് സ്കൂളാണ് 10 വരെ പറഞ്ഞ പ്രശ്നം ഒരു കുഴപ്പമില്ല. പിടിച്ച കേടി അതെ, ഞാനൊക്കെ KV പഠിക്കുമ്പോ വൈറ്റും ബ്ലൂ ആണ്. ഇപ്പോഴാണ് ടേബിൾ എന്നിട്ട് മറ്റേ സ്കൂൾ +1 +2 ഫോട്ടോ ജില്ലൊരു സ്കൂൾ. അതിന്റെ പേര് പറഞ്ഞ ഇപ്പോഴും അലമ്പോ ഇപ്പോഴും കേറ്റില്ല. അങ്ങനെയല്ല, ആ KV പഠിച്ചവരായിരിക്കും കമന്റ് ഇടുവാണെങ്കിൽ KV പഠിച്ചതിന്റെ മാത്രല്ല ഞാൻ ഇപ്പോഴും അതന്നെയാണ് അവിടുത്തെ +1 +2 സംഭവം. ഞാൻ പറഞ്ഞ ഈ സോൾട്ട് അനാലിസിസ് ടെസ്റ്റ് ഉണ്ടാവും എക്സാമിന്. ആ കെമിസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, ആ മിസ്സിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പറയാണ്. സോൾട്ട് അനാലിസിസ് സയൻസ് പഠിച്ച എല്ലാവർക്കും മനസ്സിലാവും. സോൾട്ട് ഇസ് ഗ്രേറ്റ് അത് ശരിയാ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സോൾട്ട് വാട്ടർ ഇസ് ഗ്രേറ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ള സാധനമുണ്ട്. എടാ മണ്ട, പറയട്ടെ, ഇവൻ അതല്ല ഉദ്ദേശിച്ചത്. സോൾട്ട് 2 സാധനം ഉണ്ടാവും. സോൾട്ട് കണ്ടുപിടിക്കാൻ നീ സയൻസ് ആയിരുന്ന കമന്റ് കോമേഴ്സ് ആയിരുന്നു ഇവൻ. അത് വിട്. ഈ സോൾട്ട് അനാലിസിസ് പറഞ്ഞൊരു സാധനം ഉണ്ട്, സയൻസ് എടുത്ത പിള്ളേർക്ക് മനസ്സിലാവും. ആ സമയത്ത് കയറുമ്പോ എന്റെ കെമിസ്ട്രി മിസ് പറഞ്ഞിട്ടുണ്ട്, ആർക്ക് കിട്ടിയാലും നിനക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. ഞാൻ ബിറ്റ് വെച്ചെഴുതി. അന്ന് അവിടെ പഠിക്കുന്ന ഏറ്റവും നല്ല സ്റ്റുഡന്റ് കഴിഞ്ഞിട്ട് അടുത്ത എക്സ്റ്റേണൽ ഇൻവിജിലേറ്ററിന്റെ അടുത്ത് പോയി വൈവ അറ്റൻഡ് ചെയ്തതും രണ്ടാമത് പുറത്തിറങ്ങിയത് ഞാൻ. അതെന്താ വാശിന്ന് അറിയോ, അന്ന് ഈ കെമിസ്ട്രി ലാബുള്ള സമയത്ത് ബെല്ലടിക്കേണ്ട സമയത്ത് പ്യൂൺ എന്നെ, അവിടുത്തെ പ്യൂൺ വരെ എന്നെ കളിയാക്കൂരും. പ്യൂൺ എന്നോട് പറയും
അങ്ങനെ എടാ, ഇവനെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, രണ്ടാമത് ഇവരെ കയറ്റിയത് ഇവന്റെ പേര് അഖിൽ അല്ലല്ല സോൾട്ട് കിട്ടിയാലേ ഇൻവിജിലേറ്ററിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. കിങ്ങിടാ ഞാൻ. ബിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെങ്കിലും കിട്ടും. ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ലല്ലോ. സോൾട്ട് കണ്ടുപിടിച്ചാലല്ലേ ബിറ്റ് വെച്ച് എഴുതാൻ പറ്റുള്ളൂ. അത് നിനക്കൊന്നും അറിയില്ല അതിന്റെ പെയിൻ പോയിന്റ്. കാണുന്ന സയൻസ് സ്റ്റുഡൻസിന് മനസ്സിലാവും. സയൻസ് ഞാനെന്നാ അങ്ങനെ കയറിയെന്നറിയോ, ഈ കെമിസ്ട്രി സമയത്ത് ഈ പ്യൂണിന് ബെല്ലടിക്കാനുള്ള സിഗ്നൽ വേണം എങ്ങനെയാന്ന് അറിയോ? ആ ടീച്ചർ നല്ല വിളിക്കണ്ടേ. ഞാൻ എങ്ങനെയൊക്കെ റെക്കോർഡ് ഉണ്ടാക്കി കൊണ്ടുപോയാലും ഇല്ലേ, എടാ ഞാൻ തമാശക്ക് പറയണല്ലടാ, അവര് ഞാൻ തമ്മിൽ വേറെ കുറെ പ്രശ്നങ്ങൾ എന്തില്ല എന്ന് പറയണ, എന്റെ റെക്കോർഡ് എടുത്ത് വലിച്ചെറിയവര് പുറത്തേക്ക്. അപ്പൊ പ്യൂണിനറിയാം ടൈം തിരാറായി, വ്യാഴാഴ്ചയാണ്, ബുക്ക് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അവൻ വരും. അപ്പൊ ഞാൻ ലാബ് കോട്ടൊക്കെ ഇട്ട് ചെന്ന് ബുക്ക് എടുക്കുമ്പോ കഴിഞ്ഞില്ലേ, കഴിഞ്ഞു. അങ്ങനെയൊക്കെ അടിച്ചു. ടു ടോക്സിക്. ടെസ്റ്റ് പൊട്ടിച്ചു ആകെ പറയാൻ ചുരുക്കം പറഞ്ഞ മകന് പറഞ്ഞ കറക്റ്റാ. ഇത് ആ സ്കൂളിന്റെ പ്രശ്നമൊക്കെ നിങ്ങളാ. സ്കൂളിന്റെ നിനക്ക് മാത്രം ഇത്ര ടോർച്ചർ കിട്ടണം. ഞാൻ അതെ, ആ സ്കൂൾ ഏതാന്ന് പറയാ, അവര് വന്ന് കമന്റ് ഇട്ടാ അവർക്ക് അങ്ങനത്തെ പഠിക്കണല്ലേ അല്ലേ? ഇതുപോലെ ടോർച്ചർ ഇട്ട് ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ഇതിനകത്ത് കമന്റ് കമന്റ്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഇവൻ തന്നെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതിന്റെ കമന്റ് സെക്ഷനിൽ ആകെ നമ്മുടെ 100 പേരെ കാണുന്നുള്ളൂ. എന്നാലും ഞാൻ പറയാം, സ്കൂൾ ലൈഫ് നിങ്ങൾക്ക് ടോക്സിക് ആയിരുന്നോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. സോ അങ്ങനെ അടുത്തൊരു എപ്പിസോഡിലൂടെ ഞങ്ങൾ ഇതിൽ ടോക്സിക് വർക്ക് പ്ലേസ് പറയാന്ന് പറഞ്ഞിരുന്നു തുടക്കത്തില്, പക്ഷെ ഇത് നല്ല ലെങ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് അടുത്ത എപ്പിസോഡായിട്ട് വരും. പ്ലീസ് വെയിറ്റ്. പാർട്ട് 2. ഇതിന്റെ പാർട്ട് 2 അല്ല, അത് വേറെ എപ്പിസോഡായിരിക്കും അതിന് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അപ്പൊ ഞങ്ങൾ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് നല്ല സൺഗ്ലാസസോ നിങ്ങൾക്ക് നല്ല സൺഗ്ലാസസ്, പ്രീമിയം സൺഗ്ലാസസോ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ MG റോഡ് മെട്രോ പില്ലർ 662ന്റെ അടുത്ത് ലെൻസ് മാജിക് ഉണ്ട്. ഈ റേബൻ മെറ്റയുടെ വളരെ കൂൾ, ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല, ഇത് ഇവൻ വെച്ചോണ്ട മോശം തോന്നണ അടിയും കൂടെ കൊടുത്തു. കുറച്ചുകൂടെ നല്ല ഈ റേബൻ മെറ്റ അതുപോലെ ഒരുപാട് പ്രീമിയം സൺഗ്ലാസസ് ഉണ്ട് ലെൻസ് മാജിക്കിൽ. അപ്പൊ എല്ലാരും അത് ചെക്ക്ഔട്ട് ചെയ്യാ, കമന്റ് ചെയ്യാ. സ്കൂൾ ലൈഫ് ടോക്സിക് ആയിരുന്നോ, സ്കൂൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് കമന്റ് ചെയ്താൽ. നിനക്ക് ഉപകാരം ഉണ്ടായാ എന്താണ്? അപ്പൊ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇവന് പിന്നെ ഒന്നുമില്ല. അതെന്നെ ഒരു ടോക്സിക് ഇതാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ബാക്കി പറഞ്ഞു തീർത്തിട്ടില്ല. അത് മതി, ഇത്രയൊക്കെ മതി. അർത്തോമേലുള്ളവര് കേട്ടോ കാര്യം